എൻ മനമേ നീ വാഴ്ത്തുക യഹോവയെ, എൻ അന്തരംഗമേ തൻ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ വാഴ്ത്തുക യഹോവയെ, എൻ അന്തരംഗമേ തൻ നാമത്തെ വാഴ്ത്തുക. സ്തുതിക്കുക, ഘോഷിക്കുക, ഹല്ലേലൂയ. സ്തുതിക്കുക, ഘോഷിക്കുക, നിന്നകൃത്യങ്ങളൊക്കെയും മോചിച്ചിടുന്നു താൻ. ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. നിന്നകൃത്യങ്ങളൊക്കെയും മോചിച്ചിടുന്നു താൻ. ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. സ്തുതിക്കുക, ആർത്തുഘോഷിക്കുക, ഹല്ലേലൂയ. സ്തുതിക്കുക, ഘോഷിക്കുക, വീണ്ടെടുക്കുന്നു പ്രാണനെ നാശത്തിൽ നിന്നു താൻ. അണിയിക്കും കരുണയും ദയയും എപ്പോഴും. വീണ്ടെടുക്കുന്നു പ്രാണനെ നാശത്തിൽ നിന്നു താൻ. അണിയിക്കും കരുണയും ദയയും എപ്പോഴും. സ്തുതിക്കുക, ഘോഷിക്കുക, ഹല്ലേലൂയ. സ്തുതിക്കുക, ആർത്തുഘോഷിക്കുക, ഹല്ലേലൂയ. എൻ മനമേ നീ വാഴ്ത്തുക യഹോവയെ, എൻ അന്തരംഗമേ തൻ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ വാഴ്ത്തുക യഹോവയെ, എൻ അന്തരംഗമേ തൻ നാമത്തെ വാഴ്ത്തുക. സ്തുതിക്കുക, ഘോഷിക്കുക, സ്തുതിക്കുക, ആർത്തുഘോഷിക്കുക, ഹല്ലേലൂയ. ഹല്ലേലൂയ.
നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ് യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. നമ്മുടെ പ്രധാന വാക്യം യേശുക്രിസ്തുവിനും 1200 വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന യോശുവായുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. എന്നാൽ വീണ്ടും ഒരു 450 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ഒരു ദൈവഭക്തൻ ഏതാണ്ട് അതേപോലെയുള്ളതായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയതിന്റെ വാക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് വായിച്ചത്. യെശയ്യാവ് എന്ന് പറയുന്ന ആ പ്രവാചകൻ തന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. നമ്മുടെ ജന്മദേശം 5000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള എഴുതപ്പെട്ട പാരമ്പര്യങ്ങളും മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരമാണ്. അവിടെ നിന്ന് നമ്മൾ പുതിയ ഒരു രാജ്യത്തേക്ക് വന്നു. ഇതിനേതാണ്ട് 300 വർഷത്തെ പ്രധാനപ്പെട്ട സംസ്കാരമാണുള്ളത്. ഈ 5000 വർഷത്തെ മൂല്യങ്ങളും പാരമ്പര്യങ്ങളുമായിട്ട് നമ്മൾ നേരെ എടുത്തു ചാടിയത് ഒരു വ്യത്യസ്തമായ സംസ്കാരത്തിലേക്കാണ്. അങ്ങനെയുള്ള ഒരു ചാട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ സംഭവിച്ചു? നമ്മൾ ക്രിസ്തീയ കുടുംബം എന്ന വിഷയം ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അല്ലെ അതിനുവേണ്ടി വാഞ്ചിച്ച് വീണ്ടും വരുന്ന കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന ദൈവമക്കൾ എന്ന നിലയിലാണ്. അപ്പോൾ നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം കൊണ്ടും നമുക്കിന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്തതുണ്ടോ നമ്മുടെ മുമ്പിൽ? ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് എന്താണ് തനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ 3 പേരെ കാണാം. 4-ാമത്തെ ആളിനെ 7-ാം അധ്യായത്തിലുമുണ്ട്. ഈ കുടുംബം 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. യെശയ്യാ പ്രവാചകൻ, പിന്നെ ഇതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പ്രവാചകി, പിന്നീട് ഷെയാർ യാഷൂബ് എന്ന് പറയുന്ന മൂത്ത മകൻ, 2-ാമത് മഹർ ശലാൽ ഹഷ്ബാഷ് എന്ന് പറയുന്ന 2-ാമത്തെ മകൻ. ഇങ്ങനെ 4 മക്കളുള്ളതായ ഒരു കുടുംബമാണ് നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. ഈ കുടുംബം ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് യോശുവ വിശ്വാസ പ്രഖ്യാപനം നടത്തിയതുപോലെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. യോശുവ തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ അന്യദൈവങ്ങളിലേക്ക് ചിന്ത തിരിക്കുന്നതായ ഒരു പ്രത്യേക പശ്ചാത്തലമാണെന്നുള്ളത്. യെശയ്യാവ് തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ 8-ാം നൂറ്റാണ്ട് യേശുക്രിസ്തുവിനും ഏതാണ്ട് 750 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇസ്രായേലിലെയും യഹൂദയിലെയും പശ്ചാത്തലമാണത്. ഈ പശ്ചാത്തലത്തിൽ
സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി ഉണ്ടായ ഒരു കാലഘട്ടമാണത്. അന്യരാജ്യങ്ങളിലെ സമ്പത്തൊക്കെ ഇസ്രായേലിലേക്ക് ഒഴുകാൻ തുടങ്ങി. ശക്തന്മാരായ രാജാക്കന്മാർ ഇസ്രായേലിലും യഹൂദയിലും ഭരണകർത്തൃത്വം നടത്തുന്നു. രാഷ്ട്രീയമായ സ്ഥിരതയുണ്ടായി. ഭരണം നന്നായി നടക്കുന്നു. രാഷ്ട്രീയമായ സ്ഥിരതയും സാമ്പത്തിക മുന്നേറ്റവും ഒരുപോലെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിൽ വേറെ രണ്ട് കാര്യങ്ങൾ താഴോട്ട് പോയി. അത് ആത്മീകവും ധാർമ്മികതയുമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും മുന്നോട്ട് പോയപ്പോൾ ആത്മീകമായും ധാർമ്മികമായും പിന്നോട്ട് പോയി. ഇത് ഈ ലോക ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ലോക ചരിത്രത്തിൽ എല്ലാ കാലവും നിങ്ങൾ നോക്കിയാൽ ഇതേ യാഥാർത്ഥ്യം കാണാം. സാമ്പത്തിക അഭിവൃദ്ധിയും രാഷ്ട്രീയ മുന്നേറ്റവും ഉണ്ടാകുമ്പോൾ ആത്മീക അധപ്പതനവും ധാർമ്മിക അധപ്പതനവും ലോകത്തിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരുന്നു. അത് യെശയ്യാവിന്റെ കാലത്ത് ഇത് സംഭവിച്ചപ്പോൾ പ്രവാചകനായ യെശയ്യാവ് എന്ത് ചെയ്തു? എന്റെയും നിങ്ങളുടെയും യഥാർത്ഥ വ്യക്തിത്വം, ആത്മീകം, നമ്മുടെ പ്രമാണം എന്തെന്ന് തിരിച്ചറിയുന്നത് പ്രതിസന്ധികളിലൂടെ നമ്മൾ പോകുമ്പോഴാണ്. പ്രതിസന്ധികളിലൂടെ പോയ ദൈവത്തിന്റെ മനുഷ്യരാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. യോശുവ, ഇവിടെ നമ്മൾ വായിക്കുന്ന യെശയ്യാവ്, ഹബക്കൂക്ക് എന്ന് പറയുന്നതായ മനുഷ്യൻ, ഇവരെല്ലാം അസാധാരണമായ പ്രതിസന്ധികളിലൂടെ പോയ സമയത്താണ് തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. എന്റെയും നിങ്ങളുടെയും ആത്മീകത്തിന്റെ അളവുകോൽ ശരിക്കും കാണുന്നത് പ്രതിസന്ധികളിലൂടെ ഞാൻ നിങ്ങളും പോകുമ്പോൾ തന്നെയാണ്. ഈ മനുഷ്യർ എങ്ങനെ അങ്ങനെ ജീവിച്ചു? അപ്പോൾ ഈ ആത്മീയന്മാരായ ഈ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ, അവരുടെ തലമുറയിൽ ചില ഒറ്റയാന്മാരായി ജീവിച്ചവരായിരുന്നു. യോശുവ ഒരൊറ്റയാനായിട്ട് അന്നേരം എടുത്തു കാണിച്ചു. യെശയ്യാവ് ഒരൊറ്റയാനായിട്ട് എടുത്തു കാണിച്ചു, ഞാനോ. ഹബക്കൂക്ക് ഒരൊറ്റയാനായിട്ട് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും. എന്നാൽ ഈ തലമുറയിലൊക്കെ ഇവരാരും ഒറ്റയാന്മാരല്ല താനും. പക്ഷെ വിശ്വാസത്തിന് വേണ്ടി അവർ നിന്നത് ഒറ്റയാന്മാരെന്ന പോലെയാണ്. ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരായിട്ട് അവരെ ഈ പ്രഖ്യാപനങ്ങളിലൊന്നും നമ്മൾ കാണുന്നില്ല. ദൈവമക്കളായ നമ്മോടും ഇതേ കാര്യം പറയുന്നു. നാം വിശ്വാസത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പലപ്പോഴും ഒറ്റയാന്മാരായി നിൽക്കുന്ന ഒരനുഭവം നമുക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകണം. യെശയ്യാവെന്ന് പറയുന്ന ഈ മനുഷ്യൻ തന്റെ ആത്മീക പ്രകാശത്തിൽ നിൽക്കുവാൻ കഴിഞ്ഞത്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമുക്കെല്ലാം പരിചയമുള്ള വേദഭാഗമാണ്. എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ഇസ്രായേലിലെ ഭക്തന്മാരായ, ആത്മീയന്മാരായ, ആരാധനയ്ക്ക് ഇഷ്ടപ്പെടുന്ന, ദൈവത്തെ സ്തുതിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയതായ ഒരു വലിയ സമൂഹം യെരൂശലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. പുരോഹിതന്മാർ ആലയത്തിനകത്തുണ്ട്. ലേവ്യർ തങ്ങളുടെ സംഗീതങ്ങൾ, വാദ്യങ്ങളും ഒക്കെ ആയിട്ട് പാടി സ്തുതിക്കുന്നു. അതിനനുസൃതമായുള്ളതായ ഓരോ സമയങ്ങൾ വരുമ്പോൾ ആ ആരാധനയുടെ ഓരോ റിച്വലിസ്റ്റിക് ആസ്പെക്റ്റിലേക്കും ഈ ജനം പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ആരാധ്യ സമൂഹത്തിലെ പുരോഹിതനുമല്ല, ലേവ്യനുമല്ല, സാധാരണക്കാരായ ആരാധനക്കാരുടെ മധ്യേ നിൽക്കുന്ന ഒരു ആരാധനക്കാരനാണ് ഈ യെശയ്യാവ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, സന്തോഷിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ആരാധനയെല്ലാം കഴിഞ്ഞ് അവരവരുടെ ഇടങ്ങളിലേക്ക് പോയപ്പോൾ ഒരു മനുഷ്യൻ ആ ആരാധനാ സ്ഥലത്ത് തന്നെ ഒരു പ്രത്യേക അനുഭവത്തിൽ നിൽക്കുന്നു. സംഗീതം കഴിഞ്ഞു, ലേവ്യരുടെ വാദ്യങ്ങൾ കഴിഞ്ഞു, പുരോഹിതന്മാരുടെ ശുശ്രൂഷകളും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പോകാതെ ഒരു പ്രത്യേക അനുഭവം ആലയത്തിനകത്ത് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക, ഒരു ഒറ്റയാനായ മനുഷ്യനാണ് യെശയ്യാവ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട്
തുറന്ന സ്വർഗവും സിംഹാസനത്തിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു ദൈവത്തെയും ആ ദൈവത്തിന് ചുറ്റും ആരാധിക്കുന്ന ഒരു വലിയ ദൂതന്മാരുടെ സംഘത്തെയും ഈ മനുഷ്യൻ കണ്ടു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ കിട്ടുന്ന ആത്മീയമുണ്ട്, ഏകരായി കിട്ടുന്ന ആത്മീയ അനുഭവങ്ങളുണ്ട്. യെശയ്യാവ് ഒരാൾക്കൂട്ടത്തിലെ ഒരുവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചില പ്രത്യേക അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നവനാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് യെശയ്യാവിനെ പോലെയോ യോശുവയെ പോലെയോ ഒക്കെ നിൽക്കണമെങ്കിൽ നമുക്കൊരാൾക്കൂട്ടത്തിലെ ആത്മീയം മാത്രം പോരാ, നമുക്ക് ഒറ്റയാന്മാരായി ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരുന്ന് പ്രാപിക്കുന്ന കുറെ അനുഭവങ്ങളും കൂടെ നമുക്ക് ആവശ്യമാണ്. പ്രവാചകൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആൾക്കൂട്ടത്തിൽ ഒരു വിറയലുണ്ടാകുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിന് വിറയലും കുലുക്കവും ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു പ്രത്യേക മനുഷ്യനായിട്ടാണ് യെശയ്യാവ് അവിടെ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റത്. അപ്പോൾ യെശയ്യാവ് ആൾക്കൂട്ടത്തിൽ ഒരുവനല്ല, അവൻ സാധാരണക്കാരനല്ല, അവനൊരു പ്രത്യേക മനുഷ്യനാണ്. ഇനി ഈ മനുഷ്യനെ ഒരു ഭാര്യയെ വിവാഹം കഴിച്ചു, ഒരു ഭാര്യയുണ്ട്. ഇപ്പോൾ നാം ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഈ ഭാര്യയെ കുറിച്ച് നമ്മൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശലാൽ ഹഷ്ബാഷ് എന്ന് പേർ വിളിക്കുക. എങ്ങനെയാണ് ഈ സഹോദരി ഒരു പ്രവാചകിയായത്? വേദപുസ്തകം മുഴുവൻ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയാലും ഈ സഹോദരി നടത്തിയ ഒരു പ്രവചനവും വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. ഈ സഹോദരി ഒരു പ്രവചന ശുശ്രൂഷ ചെയ്തെന്ന് ഒരു പാരമ്പര്യത്തിൽ പോലും കാണുന്നുമില്ല. ഇസ്രായേലി ചരിത്രത്തിലോ യഹൂദ ചരിത്രത്തിലോ പാരമ്പര്യങ്ങൾ എങ്ങുമില്ല. ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷകളും ചെയ്യാതെ എങ്ങനെയാണ് പ്രവാചകി എന്ന പേര് ഈ സഹോദരിക്ക് കിട്ടി, ഈ ഭാര്യയ്ക്ക് കിട്ടിയത്? അത് കിട്ടാനുള്ള കാരണം, ഈ മനുഷ്യൻ പ്രവാചകനായി തീർന്ന, ദൈവദർശനം പ്രാപിച്ച ഈ മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സകല ശുശ്രൂഷകളിലും ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും കൈത്താങ്ങലുകളും ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് തന്നെ സമർപ്പിച്ചപ്പോൾ കിട്ടിയ ഒരു പേരാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ അവരുടെ കല്യാണം കഴിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്കുണ്ടായി. അവർക്ക് ആദ്യം ഒരു മകനെ കിട്ടി, രണ്ടാമത് വീണ്ടും ഒരു മകനെ കിട്ടിയതിന്റെ പശ്ചാത്തലമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ, ക്രിസ്തീയ കുടുംബജീവിതത്തിൽ പ്രവാചകന്മാര് പ്രവാചകിയുടെ അടുക്കൽ ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഒക്കെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ പറഞ്ഞേക്കുക. അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യൗവനത്തിൽ മക്കളെ കൊണ്ട് തന്റെ യാവനാഴിക നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? എന്താണ് യൗവനം? ഒരു മനുഷ്യന്റെ ശക്തിയുടെ പാരമ്യത്തിൽ. ദൈവമക്കളായ എന്നോടും നിങ്ങളോടും ആ ഭാഗത്തിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ആത്മീയ വളർച്ചയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മക്കളെ ലഭിച്ചാൽ അതൊരു വലിയ സമ്പാദ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ കുടുംബം എന്ന വിഷയത്തിലേക്ക് പിന്നെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന്, ക്രിസ്തീയ വിശ്വാസം ഈ ലോകത്തിൽ വന്നപ്പോഴാണ് കുടുംബത്തിന്റെ ആദ്യ പാഠങ്ങൾ റോമൻ സാമ്രാജ്യത്തിൽ എന്തെങ്കിലും ഉണ്ടായത്. അതുവരെയും കുടുംബത്തിന്റെ ആദ്യ പാഠങ്ങൾ പോലുമില്ലാത്ത
തകർന്ന് തരിപ്പിണമായ ഒരു സംസ്കാരമായിരുന്നു റോം. അത് റോമാലേഖനം 1-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് കാണാം. എന്നാൽ ക്രിസ്തീയ വിശ്വാസം ഈ ലോകത്തിലേക്ക് വന്നപ്പോഴാണ് കുടുംബം എന്താണ് എന്ന് ഈ ലോകത്തിന് ആദ്യമായിട്ട് മനസ്സിലായത്. അതിന്റെ ആദ്യ പാഠങ്ങൾ എന്താണെന്ന് ലോകം ഗ്രഹിക്കാൻ തുടങ്ങിയത്. പിന്നീട് റോമൻ സാമ്രാജ്യം ക്രിസ്തീയ വിശ്വാസത്തെ തകർത്ത് കളയാനായിട്ട് സകല ശക്തിയും ഉപയോഗിച്ച് പരിശ്രമിച്ചെങ്കിലും 700 വർഷങ്ങൾക്ക് ശേഷം റോമൻ സാമ്രാജ്യം എന്ന ആ സാമ്രാജ്യ ശക്തി തകർന്നു പോയപ്പോൾ, രാഷ്ട്രീയമായി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ രാജ്യത്തെ നിലനിർത്തിയത് ക്രിസ്തീയ വിശ്വാസമാണ്, ക്രിസ്തീയ കുടുംബങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയ തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് നിലനിർത്തുവാൻ കഴിയുന്ന കുറെ മൂല്യങ്ങൾ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് അന്നത്തെ കാലത്തുണ്ടായി. അത് നമ്മോടും പറയുന്നു, നമുക്കും ഉണ്ടാകാൻ പറ്റും. ഞാൻ ആരാണ്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ, ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ ഞാൻ ആരാണ്? ആ ചോദ്യം എന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം, ദ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ഇൻ എനി പേഴ്സൺസ് ലൈഫ്. And it is very difficult to give an answer also. And even those who do know the answer, they may not tell it. നമുക്ക് പറയാൻ പ്രയാസമുള്ളൊരു ചോദ്യമാണ്, ഞാൻ ആരാണ്? ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് താത്വികമായിട്ടോ അല്ലാതെയോ മറുപടി പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ നേരത്തെ ഇന്ന് കേട്ടതുപോലെ ഞാൻ എന്റെ പൈതൃകമാണ് ഏറ്റവും പ്രധാനമായിട്ടും. എന്നെ അനലൈസ് ചെയ്താൽ, എന്റെ വ്യക്തിത്വത്തെ അനലൈസ് ചെയ്താൽ, എന്റെ വ്യക്തിത്വത്തിനകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എന്താണ്? എന്റെ പൈതൃകമാണ്. എന്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയ, ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ, നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നിങ്ങളാണ്. അത് 2 തരത്തിൽ കിട്ടി. ഒന്ന് ജീൻ വഴി കിട്ടി, രണ്ടാമത് എൻവയൺമെന്റ്, വീടെന്ന് പറയുന്നതായ ആ സാഹചര്യത്തിൽ നിന്നും കിട്ടി. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ ബാക്കിയുള്ളത് തുലവും ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വീട്, ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്റെ ഭവനമാണ്. അപ്പൊ എന്റെ ഭവനം എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവം എനിക്കൊരു മകനെ തരുമ്പോൾ, ദൈവം എനിക്കൊരു മകളെ തരുമ്പോൾ, അവരെ എങ്ങനെ രൂപപ്പെടണം എന്ന ചിന്തയിൽ വേണം ഞാനും എന്റെ ഭാര്യയും ഓരോ ദിവസവും എന്റെ വീട്ടിൽ താമസിക്കാൻ. പ്രവാചകൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ അതിന് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത് ആത്മീക പക്വതയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അങ്ങനെ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാൻ. അതിനുള്ള മാനസികവും ശാരീരികവും ആത്മീയവുമായ തയ്യാറെടുപ്പ് ക്രിസ്തീയ കുടുംബങ്ങൾ ചെയ്യണം. അത് പഠിപ്പിക്കണം, ബോധവൽക്കരണം നടത്തണം. അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വേണം ഒരു സന്തതി ജനിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്ത് നോക്കിക്കോ. കുടുംബങ്ങളിലെ അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവവും സ്വസ്ഥമായ സമാധാനമായ അന്തരീക്ഷത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും. കേരളത്തിൽ കഴിഞ്ഞിടയ്ക്ക് നടത്തിയ ഒരു പഠനത്തിൽ അവിടുത്തെ കേരളത്തിലെ സ്കൂളുകളിലെ ഏറ്റവും കുഴപ്പക്കാരായ കുട്ടികൾ എല്ലാവരും കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്ന വീട്ടിൽ നിന്ന് വന്നവരാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഒരു ക്രിസ്തീയ പിതാവ്
ക്രിസ്തീയ മാതാവ് എന്ന നിലയിൽ എന്റെ കടപ്പാട് എന്താണ്? ദൈവകൃപയിൽ എന്റെ തലമുറ വളർന്നു വരത്തക്ക രീതിയിലുള്ളതായ ഒരു അന്തരീക്ഷം എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ പരാജയപ്പെട്ടാൽ വേറെ യാതൊന്നുകൊണ്ടും നികത്താൻ പറ്റാത്ത പരാജയമാണത്. അതിൽ തോറ്റുപോയാൽ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ് ഒരാത്മീക അന്തരീക്ഷം ഭവനത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്യക്തിത്വ രൂപീകരണം നടക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭവനാന്തരീക്ഷം ക്രമീകരിച്ചു കൊടുക്കുക. Set your home in such a way that they can grow in the grace of God, conducive to be nurtured in the grace of God. ആത്മീയ മൂല്യങ്ങളുടെ ഒരു വലിയ പകർച്ച തലമുറയിലേക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മുടെ കുടുംബത്തെ ഫോർമാറ്റ് ചെയ്തെടുക്കുക. അതാണ് രക്ഷിക്കപ്പെട്ട എന്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അല്ലാതെ 4-5 ഓവർ ഡ്യൂട്ടിയും ചെയ്ത് കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മാത്രം അവരെ കാണുകയും ഉറക്കത്തിലെടുത്തൊരു ഉമ്മ കൊടുത്തിട്ട് പിന്നെയും ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണെങ്കിൽ നമുക്ക് നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളുണ്ട്. 3 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള ഒരു കുഞ്ഞിന്റെ സാധാരണ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായത് അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തോടു കൂടിയ തലോടലാണ്. അതാണ് അവരെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. വേറെ എന്തൊക്കെ വായിലൂടെ കൊടുത്താലും അവരുടെ സാധാരണ വളർച്ച നടക്കാൻ പ്രയാസമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തെ കാണാൻ കഴിയുമോ? വീടിന്റെ പാവനത, ദ സാങ്ക്ടിറ്റി ഓഫ് അവർ ഹോം, അത് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ ലോകത്തിൽ പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും പാവനമായ സ്ഥലം ഞാൻ പാർക്കുന്ന എന്റെ വീടാണ്. ഞാൻ ആരാധിക്കുന്ന സഭാ ഹാളിനേക്കാൾ പാവനമായത് ഞാൻ താമസിക്കുന്ന എന്റെ വീടാണ്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതും, ഞാൻ കർത്താവിനോട് സന്നിധിയിൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുന്നതും, ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാപിക്കുന്നതും ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ നിന്നാണ്. എന്റെ ശക്തിയുടെ സ്രോതസ് എന്റെ ഭവനമാണ്. അതുകൊണ്ട് എനിക്ക് അതുപോലെയുള്ള ഒരു പുണ്യസ്ഥലം ഈ ലോകത്തിൽ വേറെ ഒരു സ്ഥലവുമില്ല. അത് ഭവനത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ പുണ്യസ്ഥലങ്ങൾ തേടി തേടി പോകുന്നത്. എവിടെ പോയാലും കിട്ടത്തുമില്ല. ദൈവമക്കളായ എനിക്ക് നിങ്ങൾക്കും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവകൃപയും ദൈവാനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ ഏറ്റവും പറ്റിയ ഇടം ദൈവം നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്നത് നമ്മുടെ ഭവനങ്ങൾ തന്നെയാണ്. അവിടെ അത് അനുഭവിച്ചില്ല എങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ലതാണ്. അത് നഷ്ടമായാൽ അത് നികത്താൻ കഴിയുന്ന വേറെ ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിനകത്തില്ല. നമ്മുടെ കുടുംബങ്ങളുടെ ആ പാവനതയെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ അടിസ്ഥാനങ്ങൾ പണിതെടുക്കപ്പെട്ട അടിസ്ഥാനങ്ങളായിരിക്കണം. See, we Keralites, as we were born over there, or according to our inheritance that we have, according to the traditions we have some roots. നമുക്ക് ചില ശക്തമായ വേരുകൾ ഉള്ളവരാണ്. ആ വേരുകൾ നാട് മാറുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ടോ? അത് പാടില്ല. നമ്മുടെ വേര് പറഞ്ഞു പോകരുത്.
യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അതിന് രണ്ടിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, കേൾക്കുന്നവനല്ല, കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനായിരിക്കും. വീട് എന്ന് പറയുന്നത് ഇത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഫാമിലി ഈസ് നോട്ട് മെക്കാനിക്കൽ, ഇറ്റ് ഈസ് സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ ആൻഡ് ഇറ്റ് ഈസ് ഇറ്റേണൽ. ഇത് നിത്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ടാണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ കൊണ്ട് വേണം ഇത് പണിയാൻ. നീ കാണുന്ന ഈ ലോകത്തിൽ ഒരുപാട് ചപ്പും ചവറും വൈക്കോലും മണ്ണുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട് പണിഞ്ഞാൽ നിലനിൽപ്പില്ല. എന്നാൽ വിലയേറിയ കല്ലുകൾ ദൈവം തന്നിട്ടുണ്ട്. നിത്യതയോളം നിലനിൽക്കുന്ന കല്ലുകൾ ദൈവം തന്നിട്ടുണ്ട്. ഇറ്റേണൽ വാല്യൂസ്. അതുകൊണ്ട് നമ്മുടെ വീട് പണിഞ്ഞെങ്കിലേ നമ്മുടെ വീട് നിലനിൽക്കത്തുള്ളൂ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അവൻ ഇന്നവനോട് തുല്യനായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, എന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും വീട്, നമ്മുടെ വീട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കും. അതുകൊണ്ടാണ് എന്റെ വീടിപ്പോ ഞാൻ പണിതത്. എന്റെ വീട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഞാൻ അങ്ങനെ പണിതേക്കുന്നത്. നിങ്ങളുടെ വീട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വീട് പണിഞ്ഞത്. അതുകൊണ്ടാണ്. നീ എന്റെ വീട് ഇന്നിങ്ങനെ, എന്റെ വീട് നാളെ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇന്ന് പണിയുന്നത് പോലെ നാളെ ശൂന്യതയിൽ നിന്ന് വരുന്നതല്ല. ഇന്നത്തെ പണി അനുസരിച്ചാണ് നാളെ. ടുമോറോ ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ടുഡേ. സോ ഞാൻ ഇന്ന് പണിയുന്നത് നാളേക്ക് വേണ്ടിയും കൂടെയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ പണി നാളേക്ക് നിലനിൽക്കുന്നതെന്ന രീതിയിൽ വേണം ഞാൻ പണിയാണ്. എന്റെ വീട്ടിൽ ഞങ്ങൾ എന്താണ് സന്തോഷിക്കുന്നത്? ഞങ്ങൾ എന്തിലാണ് ആനന്ദിക്കുന്നത്? ഞങ്ങൾ എപ്പോഴാണ് കരയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് ചിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് കളിക്കുന്നത്? ഞങ്ങൾ എപ്പോഴാണ് ഏകമനസ്സോടെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇവയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ജീവിച്ച ഈ മനുഷ്യൻ ഇസ്രായേലിൽ ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ മൂല്യങ്ങളും തകർന്നു വന്നതായ പശ്ചാത്തലത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രവാചകനോട് പറഞ്ഞു, അതിന്റെ 16-ാം വാക്യത്തിൽ, സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. വേദപുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവിടെ ഒഴികെ. പ്രവചനം മുദ്രയിടാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സാക്ഷ്യം പൊതിഞ്ഞു കെട്ടാനും പ്രമാണം, ദ ലോ, യഹോവയുടെ കൽപ്പനകൾ പൊതിഞ്ഞു വെക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ മാത്രം പറഞ്ഞു. എന്താണ് കാരണം? ദൈവം പറയുക, എനിക്ക് ഈ ജനത്തോട് എന്റെ കൽപ്പനകൾ പറയാൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല, അത്രമാത്രം ഈ ജനം എന്നോട് അകന്നിരിക്കുന്നു. അപ്പൊ ദൈവം സംസാരിക്കണമെങ്കിൽ, ദൈവം ഇടപെടണമെങ്കിൽ, ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ ശബ്ദം ദൈവം കേൾപ്പിക്കണമെങ്കിൽ ആ കേൾക്കത്തക്ക തരത്തിലുള്ളതായ ഒരു അടുപ്പം ദൈവത്തോട് തോന്നിയെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എല്ലാം പൊതിഞ്ഞു കിട്ടിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. അപ്പൊ ഞങ്ങളുടെ വീട്, പ്രവാചകൻ, പ്രവാചകി, മൂത്ത മകൻ, അവൻ ദൈവത്തിന്റെ സന്ദേശമാണ്. ഷെയാർ യാശൂബ്, ഒരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. മടങ്ങി വരവ് ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മകൻ
അവന്റെ പേരും എന്താണ്? എവിടെങ്കിലും കിട്ടിയ പേരല്ല. അവന്റെ പേരും ഒരു സന്ദേശമാണ്. മഹർ ഷലാൽ ഹാഷ്ബാഷ്. വേഗത്തിൽ പിടിച്ചുകൊണ്ടുപോകും, പെട്ടെന്ന് ബൂട്ടിയായിട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും ദൈവത്തിന്റെ ദൂതാണ്. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്, എന്റെ ഭാര്യ പ്രവാചികയാണ്. ഇങ്ങനെ ആയിത്തീർന്ന മനുഷ്യനാണ് ദൈവത്തോട് പറയുന്നത്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. അപ്പോൾ ദൂതില്ല, പ്രസംഗമില്ല, ദൈവത്തിന്റെ ശബ്ദമില്ല, വചനമില്ല. ഇതൊന്നും ഇല്ലാതിരുന്നാലും ഞാനും എന്റെ കുടുംബവും ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ അടയാളമായി, ദൈവത്തിന്റെ അത്ഭുതമായി ഈ സമൂഹത്തിൽ ഞങ്ങൾ നിലനിൽക്കും. യാക്കോബ് ഗ്രഹത്തിന് മുഖം മറച്ചു കളഞ്ഞ യഹോവയുടെ സന്നിധിയിൽ ഈ സമൂഹത്തിന് വേണ്ടി ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിട്ട് ഇതിന്റെ എല്ലാ മധ്യേ ഞങ്ങൾ സ്ഥിരതയോടെ നിലനിൽക്കുമെന്നാണ് ഈ കുടുംബം നമ്മോട് പറഞ്ഞത്. ആ കുടുംബം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. നാളെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതെങ്ങനെ പറയാം? നാളെ അങ്ങനെ പറയത്തക്കവണ്ണം എനിക്ക് ഇന്ന് എങ്ങനെ നിൽക്കാൻ പറ്റും? അതത്ര ഈസി അല്ല. ഇന്നെങ്ങനെ ജീവിക്കാൻ പറ്റും? കാരണം യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. സാധാരണ രണ്ടുപേര് തിരികല്ലിൽ പൊടിക്കുന്നത് അമ്മയും മോളും കൂടെ. മോളത്തെ കല്ല് മോളിങ്ങനെ ആട്ടിക്കൊടുക്കും. അമ്മ ധാന്യം ഇങ്ങനെ കോരി കോരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അവിടെ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മായിയമ്മയും മരുമോളും കൂടെ ഒക്കെയാണ്. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലായിരിക്കും. സാധാരണ കാലങ്ങളിൽ വയലിൽ പോകുന്ന അപ്പനും മോനും കൂടാ, അപ്പനും മക്കളും കൂടാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. ഒരുവനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ കിടക്കയിലായിരിക്കും. ഭാര്യയും ഭർത്താവുമായിരിക്കാം, അപ്പനും മോനുമായിരിക്കാം, അമ്മയും മോളുമായിരിക്കാം. ഒരാളെ കൈക്കൊള്ളും, മറ്റേയാളിനെ ഉപേക്ഷിക്കും. ഇതെല്ലാം ഇങ്ങനെ ഒന്നേ എടുക്കത്തുള്ളെന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ ലോകത്തിൽ ഒരുമിച്ച് എന്ന് നമ്മൾ കാണുന്ന ഒരുപാട് അടുപ്പങ്ങളും അകലങ്ങളായിട്ട് മാറുന്ന ഒരു ദിവസമായിരിക്കും എന്റെ വരവിന്റെ ദിവസം. അപ്പോൾ തന്നെ എന്റെ വരവ് എന്നും പറഞ്ഞ് നിങ്ങൾ തിരികല്ലിൽ പൊടിക്കാതിരിക്കുകയും വേണ്ട, വയലിൽ പോയി പ്രവർത്തിക്കാതിരിക്കുകയും വേണ്ട, രാത്രി കിടന്ന് ഉറങ്ങാതെ ഉണർന്നിരിക്കുകയും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിന്റെ അധ്വാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനും പറ്റും. കുടുംബ ബന്ധങ്ങൾക്ക് കർത്താവ് വളരെ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കാര്യം കർത്താവ് എടുത്തു പറഞ്ഞത്. നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് ബോധമുള്ളവരായി തീരേണ്ടതിനും വേണ്ടിയാണ്. അതിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? നാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ നാം പ്രാപിച്ച, നമ്മിൽ പ്രവർത്തിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മിൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വക ക്രമീകരണങ്ങളിലൂടെ ചെയ്യുന്ന ഒരാത്മാവല്ലേ? അതോ അന്യഭാഷ പറയാൻ മാത്രം നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്മാവാണ്? അപ്പോസ്തല പ്രവൃത്തിയിലെ ആത്മാവ് അങ്ങനല്ല. 5-ാം അധ്യായത്തിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ തങ്ങളുടെ വസ്തുവിന്റെ ഒരു ഭാഗം വിറ്റുകൊണ്ട് ദൈവസന്നിധി വന്നു. ഒരു കുടുംബം.
അവർ ദൈവത്തിനെതിരായിട്ട് ഒത്തു. ആലയത്തിലേക്ക് വന്നപ്പോൾ പ്രധാനപ്പെട്ട അപ്പോസ്തലൻ ചോദിച്ചത്, വൈ ഡിഡ് യു എഗ്രി against the spirit of God? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ യോജിച്ചതെന്ത്? അപ്പോൾ അവിടെ എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? ദൈവത്തിന്റെ പ്രമാണത്തിനെതിരെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും യോജിക്കരുത്. വീട്ടിൽ വഴക്കുണ്ടാക്കണമെന്നല്ല, യോജിക്കരുത്. പിന്നെന്തായിരിക്കണം? The wife must have been a corrective force inside the family. ദൈവം എന്തിനാണ് വ്യത്യസ്തരായ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കൂടെ കുടുംബത്തിൽ യോജിപ്പിക്കുന്നത്? അന്യോന്യം തിരുത്താനും, അന്യോന്യം സഹായിക്കാനും, അന്യോന്യം പോരായ്മകളെ കോംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയാണ്. ഒരാള് ഒരനാത്മീകമായ നീക്കം നടത്തിയാൽ അതിനെ തിരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആത്മാവ് ചോദിച്ചത്, വൈ ഡിഡ് യു എഗ്രി? ദൈവം വ്യത്യസ്തതകളെ ഈ ലോകത്തിൽ തന്നിരിക്കുന്നത് ആ വ്യത്യസ്തതകളെല്ലാം ഇല്ലാതാക്കാനല്ല, ആ വ്യത്യസ്തതകളെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു കുടുംബം എന്നതിലേക്ക് ചരിത്രത്തിലെ ഒരു നിർണായകമായ സമയത്ത് നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിശകലനം ചെയ്തു, നമ്മൾ അനലൈസ് ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് പ്രസംഗങ്ങൾ കേട്ടു. ഇനി എന്ത്? ഇനി എവിടെ തുടങ്ങും? ഇനി അടുത്ത ചുവടെന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുടുംബങ്ങൾ ശക്തമായില്ലെങ്കിൽ നമ്മുടെ സഭകൾ ശക്തമാകത്തില്ല. നമ്മുടെ സഭകൾ ശക്തമായില്ലെങ്കിൽ നമ്മുടെ സമൂഹം ശക്തമാകത്തില്ല. നമ്മുടെ സമൂഹം ശക്തമായില്ലെങ്കിൽ നമ്മുടെ രാജ്യങ്ങൾ ശക്തമാകത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നമ്മുടെ സഭ, നമ്മുടെ വീട്. സ്വർഗത്തിലെ ദൈവത്തിന് അത് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ വീടുകൾ സ്വർഗത്തോട് ഏറ്റവും അടുത്ത സ്ഥലങ്ങളാക്കി നമ്മുടെ വീടുകളെ തീർക്കണം. ഈ ലോകത്തിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്റെ ഭവനമായിരിക്കണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കണം. കർത്താവ് ഈ ഭൂമിയിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് എന്റെ വീട് മാറ്റണം. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന യഹോവയ്ക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.